പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ വാഹനാപകടം ആറ്റിങ്ങൽ ഉണ്ടായപ്പോൾ അന്ന് വണ്ടി ഓടിച്ചിരുന്ന ഒരു അർജുനെ കുറിച്ച്. ഈ ഡ്രൈവർ അർജുൻ അന്നേ വിവാദ കഥാപാത്രമായാണ്. ഇപ്പം അദ്ദേഹത്തിനൊരു കാലക്കേടുണ്ടായിരിക്കുന്നു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ കാറിടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം തട്ടിയ കേസിൽ ഈ വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ അർജുൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാലഭാസ്കർ അപകടത്തിൽ വിടുമ്പോൾ ഈ ആറ്റിങ്ങലിൽ അപകടത്തിൽ കണ്ടെത്തിയത് ഡ്രൈവർ അർജുനായിരുന്നു. അയാളാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ. എന്നാൽ സ്വർണ്ണക്കടത്തിൽ അർജുന് പങ്കുണ്ടെന്ന് പെരിന്തൽമണ്ണ DYSP TK ഷൈജു 24-നോട് പറഞ്ഞു. ഇന്ന് ഇവിടുത്തെ ഈ സംഭവത്തിന് ശേഷം 9 പ്രതികൾ രക്ഷപ്പെട്ട് വഴിയിൽ വെച്ചിട്ട് അതിൽ ഈ 2 ബാഗുകളിലായിട്ടായിരുന്നു സ്വർണം. ആ ബാഗുകളും 2 ബാഗുകളുമായിട്ട് 4 ആൾ ആ കാറിൽ നിന്ന് ഇവിടെ നിന്ന് സംഭവത്തിൽ ഉൾപ്പെട്ട കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു കാറിൽ കയറി പോവുകയാണ്. ആ കാറ് നേരത്തെ അവർ തീരുമാനിച്ചുറച്ചതുപോലെ ചെർപ്പളശ്ശേരിക്ക് അടുത്ത് കാത്തു കിടക്കുന്നിരുന്നു. ആ കാറ് കൊണ്ടുവന്നിരുന്നത് ഈ അർജുനായിരുന്നു ആ കാറ് ഡ്രൈവ് ചെയ്തിരുന്നത്. അർജുനാണ് ഇവരെ ഈ 4 ആളെയും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. നേരത്തെ ഗൂഢാലോചനയിലുണ്ടായിരുന്നു. നേരത്തെ തമ്മിൽ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരുന്നത്. ചെർപ്പളശ്ശേരിയിൽ വന്ന് കിടന്നിരുന്നത് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇതിൽ ഉൾപ്പെട്ടവർ നേരത്തെ തന്നെ ഓപ്പറേഷൻ എങ്ങനെ വേണമെന്നുള്ളത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. ഒരു നേരത്തെ ട്രയൽ നടത്തിയിരുന്നു. ആരൊക്കെ ഓരോരുത്തരും റോള് നേരത്തെ തന്നെ അവർ ഡിസൈഡ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അർജുൻ്റെ റോൾ ഇതായിരുന്നു. അർജുൻ ഇവർ വരുമ്പോൾ കാറായിട്ട് അവിടെ കാത്തു കിടക്കണം എന്നായിരുന്നു അർജുനുണ്ടായിരുന്ന ഈ റോൾ ഈ ഓപ്പറേഷനിൽ. ഇതിലെ പ്രതികൾ ഈ സലീഷ്, സതീഷ്, മിഥുൻ, അപ്പു എന്ന് വിളിക്കുന്ന മിഥുൻ, ഇവരൊക്കെ ആയിട്ട് നേരത്തെ പരിചയമുള്ളതാണ്. അവർ സുഹൃത്തുക്കളാണ്. അവർ നേരത്തെ കൂട്ടുപ്രതികളാണ്. പല കേസുകളിലും ഇതുപോലെ 1-2 കേസുകളിൽ പ്രതികളാണ്. അതിൽ അർജുനും പ്രതിയായിരുന്നു. അങ്ങനെയുള്ള ബന്ധമാണോ? ആ കേസുകളിൽ അർജുൻ അങ്ങനെയുള്ള കേസുകളിൽ പ്രതിയാണ്. ഈ സതീഷും സലീഷും ഒക്കെ ഒരുമിച്ച് റോബറി കേസുകളിൽ നേരത്തെ പ്രതിയാണ്. ബാലഭാസ്കറിൻ്റെ അപകട മരണത്തിന് ശേഷം ഈ അർജുൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പല കഥകളും നാട്ടിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും. ഇയാളെ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പോലീസ് പിടിച്ചിരിക്കുകയാണ്. ബിപിൻ സി വിജയൻ മലപ്പുറത്തു നിന്നും മറ്റു വിശദാംശങ്ങൾ നൽകും. ബിപിൻ, ഈ അർജുനെ അന്ന് തന്നെ കള്ളക്കടത്തുകാരുമായിട്ട് പങ്കുണ്ടോ എന്ന് പോലീസ് സംശയിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ആ കേസിൽ വേറെ ഒന്നും കണ്ടില്ല എന്ന പേരിൽ പോലീസ് വിട്ടുകളയുകയായിരുന്നു. ഇപ്പോഴും അതിൽ ചില ദുരൂഹതകൾ ബാക്കിയാണെന്ന് ബാലഭാസ്കറിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. പറയൂ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ, ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ. ഇത് 2018 സെപ്റ്റംബർ 25-നാണ് ആ മരണം സംഭവിക്കുന്നത്. അതിൽ വലിയ ദുരൂഹതകളൊക്കെ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അർജുനാണ് ആ വാഹനം ഓടിച്ചിരുന്നത്. പിന്നീട് പോലീസും ക്രൈംബ്രാഞ്ചും ഒപ്പം തന്നെ CBI ഒക്കെ ശാസ്ത്രീയ പരിശോധനകൾ വരെ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അർജുന് ഈ സ്വർണ്ണക്കടത്തുമായിട്ട് അതിൻ്റെ ആളുകളുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നുള്ളത് വലിയ രീതിയിലുള്ള അന്ന് തന്നെ ചർച്ചയൊക്കെ ചെയ്ത ഒരു കാര്യമാണ്. ഇപ്പോൾ അർജുൻ ഇവിടെ ഒരു സ്വർണ്ണ കവർച്ചാ കേസിൽ പിടിയിലായിരിക്കുന്നു. 3.5 കിലോ സ്വർണം വ്യാപാരിയെ ആക്രമിച്ച് തട്ടിയെടുത്ത ഒരു സംഘത്തിൽ ആണ് ഇപ്പോൾ അർജുൻ പിടിയിലായിരിക്കുന്നത്. ആ ഒരു ഗൂഢാലോചനയിലാണ് പിടിയിലായിരിക്കുന്നത്. 4-അംഗ സംഘം ഇവിടുന്ന് ഈ 3.5 കിലോ സ്വർണവുമായി ഇവിടെ നിന്ന് പോവുകയും ചെർപ്പളശ്ശേരിയിൽ വെച്ച് ആ വാഹനം മറ്റൊരു പ്രതിയുടെ വീട്ടിലേക്ക് എത്തിക്കാൻ, ഈ സ്വർണം മുഴുവൻ മറ്റൊരു പ്രതിയുടെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ അർജുൻ സഹായിച്ചു. അർജുനാണ് ആ വാഹനം ഓടിച്ചിരുന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ. തൃശ്ശൂരിൽ നിന്നാണ് അർജുൻ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് പറയുന്നത് അന്നത്തെ ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതിന് മറ്റ് ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ രീതിക്കുള്ള അന്വേഷണങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കവർച്ചാ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില പ്രതികളുമായി ഉള്ള ബന്ധം, അത് ഇപ്പോൾ ജയിലിലൊക്കെ വെച്ചിട്ടൊക്കെ അതിൽ പുറത്തുമുള്ള ബന്ധമാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചനയിലേക്ക് എത്തുകയും ഇപ്പോൾ ഈ സ്വർണ്ണ കവർച്ചാ കേസിൻ്റെ ഇതിൽ പങ്കാളിയാവുന്നതിലുമൊക്കെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിനോടകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അർജുനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യൽ നാളെ മുതൽ തന്നെ ആരംഭിക്കുമെന്നുള്ളത് കൂടിയാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരു ട്വിസ്റ്റാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. കാരണം അർജുൻ ഇതിനു മുൻപ് തന്നെ 2 കവർച്ചാ കേസിലും ഒപ്പം തന്നെ അടിപിടി കേസിലൊക്കെ പങ്കുണ്ട്. അതിലൊക്കെ ശിക്ഷ അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ സ്വർണ്ണ കവർച്ചാ കേസിലും, അതായത് അന്നുണ്ടായിരുന്ന ആ സംശയമൊക്കെ കൂടുതൽ ബലപ്പെടുത്തുന്നതായി ഇന്നത്തെ ഈ അറസ്റ്റ് എന്ന് നിസ്സംശയം പറയാം. SK. താങ്ക് യു ബിപിൻ സി വിജയൻ. എന്തായാലും അന്ന് ബാലഭാസ്കറിൻ്റെ ഡ്രൈവറായി വണ്ടി ഓടിച്ചിരുന്ന ഈ അർജുനെക്കുറിച്ച് ചില വിവാദങ്ങളും ചില നുണക്കഥകളും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ഒക്കെ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അയാൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു കള്ളക്കടത്ത് സംഘത്തിൻ്റെ കൂടെ അണിചേർന്നു എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ പഴയ കഥകളിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുമോ എന്ന് ന്യായമായും സംശയിക്കാം. അതിലേക്ക് ഒരു പക്ഷേ വരുന്ന മണിക്കൂറുകളിലും നാളെയൊക്കെ തന്നെ അതിനെക്കുറിച്ച് എല്ലാ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്.